ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ ആശ്വാസമുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു തൃശൂരിൽ പറഞ്ഞു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് മതേതരത്വ സൗഹൃദം തകർക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾക്കുള്ള ടെസ്റ്റ് ഡോസാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കന്യാസ്ത്രീകളെ ജാമ്യം നൽകി റിലീസ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതിലുള്ള ആശ്വാസം പങ്കുവയ്ക്കുകയാണ്. മനുഷ്യക്കടത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും അടക്കമുള്ള ഗുരുതരമായ ചാർജുകൾ ചുമത്തിയാണ് ഈ കന്യാസ്ത്രീകളെ അത്യന്തം ദുഷ്കരമായ സാഹചര്യത്തിൽ ജയിലിൽ അടച്ചത് എന്നുള്ളത് തീർച്ചയായും അപലപനീയമായ കാര്യമാണ്. രോഗികൾ കൂടിയായിട്ടുള്ള പ്രായം ചെന്ന കന്യാസ്ത്രീകളെ ശോചനീയമായ സാഹചര്യങ്ങളിലാണ് ജയിലിൽ പാർപ്പിച്ചിരുന്നത് എന്ന് നാം എല്ലാവരും കാണുകയുണ്ടായി. വർഗീയവാദികൾ ഭരണം നടത്തുന്ന സന്ദർഭങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കും ജാതിശ്രേണിയിൽ പിന്നിൽ നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കുമെല്ലാം ഏതെല്ലാം വിധത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ദുഃഖാവസ്ഥയിൽ സംബന്ധിച്ച് ഏറ്റവും ആദ്യം പ്രതിരോധം ഉയർത്തിയതും രാജ്യശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നതും നമ്മുടെ ഇടതുപക്ഷ എംപിമാരാണ് എന്നുള്ള കാര്യം അവിതർക്കിതമായ കാര്യമാണ്. ഈ വിഷയത്തിൽ ഇടതുപക്ഷ എംപിമാരാണ് ആദ്യം ഇടപെട്ടതെന്നും ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള എംപിമാർ പാർലമെന്റിൽ ശക്തമായ വിഷയം ഉന്നയിക്കുകയും കന്യാസ്ത്രീമാരെ നേരിൽ കാണുകയും ചെയ്തിരുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിൽ ആദ്യം ഇടപെട്ടത് ബിജെപി പ്രസിഡന്റാണെന്ന ചിലരുടെ പ്രസ്താവന ശരിയല്ലെന്നും അത് ഖേദകരമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ബിജെപി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ നടന്ന ഈ സംഭവം രാഷ്ട്രീയ പ്രാധാന്യം നേടുകയും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കാരണമാവുകയും ചെയ്തിരുന്നു. തങ്ങളുടെ സഭാംഗങ്ങളെ ബജ്റംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും കാണിച്ച ഫ്രാൻസിസ്കൻ സഭാംഗമായ സിസ്റ്റർ റോഷ്നി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. ഒരു വിഭാഗം ആളുകൾ മതം മാറ്റത്തിന് ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച ബജ്റംഗ് ദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കന്യാസ്ത്രീകളെ തടഞ്ഞത്. ഇവരുടെ കൂടെയുണ്ടായിരുന്ന 3 യുവതികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചെന്നുമാണ് കന്യാസ്ത്രീകൾക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം. എന്നാൽ തങ്ങളെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയതല്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജോലി തേടി കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും യുവതികൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ എല്ലാവരും മതേതര സൌഹൃദത്തിനായി നിലകൊള്ളണമെന്നും മന്ത്രി ആർ ബിന്ദു ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് CCV.